കോഴിക്കോട് പുറക്കാട്ടിരിയിൽ പട്ടാപ്പകൽ സ്കൂട്ടർ മോഷണം. വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ രണ്ടുപേർ ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. കടവത്ത് പീടികയിൽ മുഹമ്മദ് അലിയുടെ സ്കൂട്ടറാണ് മോഷണം പോയത്. ദൃശ്യങ്ങളിലേക്ക്. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ശരിയാണ്. അഭിജിത്ത്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് രണ്ടുപേരും ഇത് ആദ്യമായിട്ടല്ല മോഷണം നടത്തുന്നത്. രണ്ടും പെരുങ്കള്ളന്മാരാണ്, ചെറുപ്പക്കാരാണ്. രഹസ്യമായി കയറി വരുന്നു, ചുറ്റും ആളില്ല എന്ന് ഉറപ്പാക്കുന്നു. അവിടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടക്കുന്നു. എന്നിട്ട് വിദഗ്ധമായ ആ സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഈ CCTV ഇത്തരത്തിൽ ചതിക്കുമെന്ന് രണ്ടുപേരും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലേ അഭിജിത്ത്? ഷിഹാസ്, വളരെ ആസൂത്രിതമായ ഒരു മോഷണം, അത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പുറക്കാട്ടിരി സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിലെ സ്കൂട്ടറാണ് രണ്ടംഗ സംഘം മോഷണം നടത്തിയിരിക്കുന്നത്. മുഹമ്മദ് അലി സാധാരണ നിലയിൽ ബന്ധുക്കൾക്കൊക്കെ സ്കൂട്ടർ ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ സ്കൂട്ടർ കാണാത്തപ്പോൾ അങ്ങനെ ബന്ധുക്കൾ ആരെങ്കിലും കൊണ്ടുപോയതാകാം എന്നാണ് മുഹമ്മദ് അലി കരുതിയത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രണ്ടംഗ സംഘം വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ വളരെ തന്ത്രപരമായി ഈ സ്കൂട്ടറും എടുത്തു പോകുന്നതും മുഹമ്മദ് അലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇവർ വളരെ തന്ത്രപരമായി വീട്ടിനകത്തേക്ക് ഗേറ്റ് കടന്നെത്തുന്നു. ശേഷം സ്കൂട്ടർ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോവുകയാണ്. മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആരാണ് എന്ന് പെട്ടെന്ന് കണ്ടെത്തുക എളുപ്പമല്ല. നിലവിൽ ഇപ്പോൾ എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പ്രായപൂർത്തിയാകാത്തവരാണോ ഈ മോഷണത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോടിന്റെ പലയിടങ്ങളിലും അങ്ങനെ പ്രായപൂർത്തിയാകാത്തവർ സ്കൂട്ടറൊക്കെ മോഷ്ടിച്ച സംഭവങ്ങളൊക്കെ ഒരു തുടർക്കഥയായി മാറുന്നുണ്ട്. അതിനാൽ തന്നെ അങ്ങനെ ഒരു സംശയം കൂടി പോലീസിന് ഏതായാലും ഉണ്ട്. നിലവിൽ എലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച്, ഈ റോഡിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ശരി അഭിജിത്ത്, പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മുഹമ്മദ് അലിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് സ്കൂട്ടർ പാർക്ക് ചെയ്ത് പോകുമ്പോൾ താക്കോൽ സ്കൂട്ടറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി സ്കൂട്ടർ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകുമ്പോൾ താക്കോൽ കൂടി എടുത്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക.